ഇന്നലെ രാത്രിയിൽ അതിഭയാനകമായിട്ടുള്ള ആക്രമണമാണ് ഇസ്രയേലിന് മേൽ ഇറാൻ നടത്തിയത്. 200ഓളം മിസൈലുകൾ. ആ ഒരു ആക്രമണത്തിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇത് കാണുമ്പോൾ നമുക്കറിയാം വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇസ്രയേലില് പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ ഇറാൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് IDFന്റെ റിപ്പോർട്ട് അനുസരിച്ച് കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വ്യക്തമാവുന്നത്. അത് തീർച്ചയായിട്ടും ഇറാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയൊരു തിരിച്ചടിയാണ്. കാരണം ഈ മൊസാദിന്റെ കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഈ ആക്രമണങ്ങളിൽ ഇറാൻ പ്രതീക്ഷിച്ച ഒരു എഫക്റ്റ് ഉണ്ടായിട്ടില്ല. അതായത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കറിയാം വലിയ മിസൈലുകൾ വരുന്നു, പലതിനെയും ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിയുന്നുണ്ട്. ചിലത് അത് ഭേദിച്ചുകൊണ്ട് നഗരങ്ങളിലും പട്ടണങ്ങളിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ പതിക്കുന്നുണ്ട്. അവിടെയൊക്കെ തീ ആളി പടരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും കാഷ്വാലിറ്റി ഉണ്ടായില്ല. എങ്ങനെയാണ്? ഇറാൻ ആക്രമിക്കാൻ പോകുന്നു എന്ന് അവിടെ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അമേരിക്കയും ഇസ്രയേലും കാര്യം അറിഞ്ഞു. ഉടനെ തന്നെ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെയുള്ള അവരുടെ ജനങ്ങളെ സുരക്ഷിതമായിട്ടുള്ള ഈ ബോംബാക്രമണത്തെ പ്രതിരോധിക്കുന്ന ഷെൽട്ടറുകളിലേക്ക് മാറ്റി. അപ്പോൾ എന്നിട്ട് ഇവർ കാത്തിരിക്കുകയായിരുന്നു ഇറാന്റെ ആക്രമണത്തിന് വേണ്ടിയിട്ട്. അതായത് ഓൾറെഡി ഇവർക്ക് അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇറാൻ ആക്രമിക്കാൻ പോവുകയാണ് എന്ന് ഇസ്രയേൽ അറിഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് റെഡിയായിട്ടിരിക്കുകയാണ്. ഇവരെ മിസൈലുകൾ അയക്കുന്നു, തുരുതുരുതുരാ മിസൈലുകൾ വരുന്നു. ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിനെ തടഞ്ഞിടുന്നു, അതിനെ കബളിപ്പിച്ചുകൊണ്ട് ചിലതൊക്കെ പതിക്കുന്നുണ്ട്. പക്ഷെ കാഷ്വാലിറ്റി ഇല്ല. അപ്പോൾ ഇസ്രയേൽ പ്രതിരോധ സംവിധാനങ്ങളും അവരുടെ പ്ലാനിങ്ങും വളരെ ഫലപ്രദമാണ് എന്നതാണ് ഇത് തെളിയിക്കുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഇറാൻ എങ്ങനെയാണ് ഇസ്രയേലിനെ ആക്രമിക്കാനായിട്ട് സാധിക്കുക? അഥവാ ഒരു യുദ്ധം ഉണ്ടായാൽ എങ്ങനെയാണ് ഇറാന് വിജയിക്കാൻ സാധിക്കുക? അവരുടെ ഒരു മിസൈല് പോലും വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നതിൽ വിജയിച്ചില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇറാൻ ഇപ്പോൾ വളരെയധികം ആശങ്കയിലായിരിക്കും. 200ഓളം മിസൈലുകളാണ് അവർ അയച്ചത്. എന്നിട്ടും അവർ പ്രതീക്ഷിച്ച ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല. അതായത് മിസൈൽ മഴയാണ് ഇന്നലെ ഇസ്രയേലിൽ പെയ്തത്. പലയിടങ്ങളിലും ആളി പടരുന്നുണ്ടായിരുന്നു തീ. പക്ഷെ എന്നിട്ടും കാഷ്വാലിറ്റി ഉണ്ടായില്ല. അപ്പൊ ഇസ്രയേൽ വളരെ പ്ലാൻഡ് ആണ്. അവരവരുടെ ജനതയെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതല്ല ഇസ്രയേൽ എന്ന് കാണാം. ഇപ്പോ ഇസ്രയേല് വലിയൊരു വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് ഇറാന്. ഞങ്ങളെ ആരാക്രമിച്ചോ അവരെ ഞങ്ങൾ തിരിച്ചാക്രമിക്കും. വലിയൊരു മിസ്റ്റേക്കാണ് ഇന്നലെ രാത്രിയിൽ ഇറാൻ ചെയ്തത്. അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇസ്രയേലിന്റെ ഒരു പ്രത്യാക്രമണം ഇറാനുമേൽ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഇത് നൽകുന്നത്. ഇസ്രായേൽ മിസൈലുകൾ എന്ന് പറയുന്നത് വളരെ പവർഫുൾ മിസൈലുകളാണ്. ഇറാന്റെ ഏത് നഗരത്തെയും പട്ടണത്തെയും തകർക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇസ്രയേലിനുണ്ട്. ഇവിടെ 200 മിസൈലുകൾ ഇറാൻ അയച്ചപ്പോൾ ബില്യൺ കണക്കിന് US$ അവർക്ക് നഷ്ടം വന്നിരിക്കുന്നത്. അത് അവർ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് അവർക്ക് കൊടുത്തിട്ടുമില്ല. ഇസ്രയേലിന്റെ തലപ്പത്തിരിക്കുന്നവരെയോ അല്ലെങ്കിൽ മൊസാദിന്റെയോ അവരുടെ മിലിറ്ററിയുടെയോ ഒക്കെ വ്യക്തികളെയോ നേതാക്കളെയോ ഒന്നും വധിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു നേട്ടം അവകാശപ്പെടാനോ അവർക്ക് പറ്റിയിട്ടില്ല. ശരിയാണ്, കുറെ അവർക്ക് നാശനഷ്ടങ്ങൾ അവിടെ ഇസ്രയേലിന് ഉണ്ടായിട്ടുണ്ട്. അവരുടെ പല പട്ടണങ്ങളിലുമൊക്കെ ഇത് പതിച്ചപ്പോൾ കുറെ ഇടങ്ങളിൽ തീ പിടിച്ചും അല്ലെങ്കിൽ കെട്ടിടങ്ങൾ തകർന്നും ഒക്കെയുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആളപായമില്ല. എന്നാൽ ഇസ്രയേലിന്റെ തിരിച്ചടി ഏത് രൂപത്തിലായിരിക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. അത് തീർച്ചയായിട്ടും ഇറാനെ വളരെയധികം ബാധിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.